കെ.വി. തോമസിന് പ്രതിമാസം 1,00,000 രൂപ ഓണറേറിയം അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ധനവകുപ്പിന്റെ ശുപാർശയ്ക്ക് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. 2 അസിസ്റ്റന്റുമാർ, 1 ഓഫീസ് അറ്റൻഡന്റ്, 1 ഡ്രൈവർ എന്നിവരെ നിയമിക്കാനും അനുമതി നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി വി അരുണാണ് ചേരുന്നത്. അരുൺ, എന്താണ് ഇത് സംബന്ധിച്ച മറ്റ് വിശദാംശങ്ങൾ? കെ.വി. തോമസിന് നേരത്തെ ശമ്പളം നിശ്ചയിച്ച് നൽകിയിരുന്നില്ല. ശമ്പളം വേണ്ട എന്ന് അദ്ദേഹം സർക്കാരിനെ അറിയിക്കുകയും ചെയ്തു. പകരം ഓണറേറിയം വേണമെന്നാവശ്യപ്പെട്ട് കെ.വി. തോമസ് സർക്കാരിന് കത്ത് നൽകിയിരുന്നു. ഇത് ധനവകുപ്പ് പരിശോധിച്ചിട്ടാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ജനുവരി 18 മന്ത്രിസഭാ യോഗമാണ് കെ.വി. തോമസ് ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായി നിയമിച്ചത്. ഇപ്പോൾ 1,00,000 രൂപ ഓണറേറിയമായി നൽകാനാണ് ഇന്ന് മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം. ഓണറേറിയം നൽകുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് MP എന്ന നിലയിൽ ദീർഘനാൾ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. അതനുസരിച്ചുള്ള പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും മുടങ്ങാതെ ലഭിക്കുകയില്ല. അതുകൊണ്ടാകാം അദ്ദേഹം ഈ ശമ്പളം വേണ്ട, പകരം ഓണറേറിയം മതി. അത് തന്നെയല്ലേ പ്രധാനപ്പെട്ട വിഷയം. അദ്ദേഹത്തിന് ദീർഘകാലം MP ആയിരുന്നു, MLA ആയിരുന്നു. ആ നിലയ്ക്ക് ഒരു വലിയ തുക പെൻഷനായി ലഭിക്കുന്നുണ്ട്. വീണ്ടും ശമ്പളമായി വാങ്ങിയാൽ അത് നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ട് കൂടിയാണോ അദ്ദേഹം അത് ശമ്പളം വേണ്ട, അതോ മറ്റെന്തെങ്കിലും കാരണമാണോ ശമ്പളം വേണ്ട ഓണറേറിയം മതി എന്ന നിലപാട് സ്വീകരിച്ചത്? മറ്റു കാരണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. അതിന് കാരണം ഓണറേറിയമായി സാധാരണ നിശ്ചയിക്കുന്ന ചെറിയ തുക, ഏതെങ്കിലും ഒരു പ്രധാന പദവിയിലിരിക്കുന്നയാൾ അദ്ദേഹത്തിന് ആനുകൂല്യങ്ങൾ വേണ്ട എങ്കിൽ ഓണറേറിയം മതി. അത് ചെറിയൊരു തുക, ചെയ്യുന്ന ജോലിക്ക് ഒരു കൂലി എന്നതിന് ചെറിയ തുക ഓണറേറിയമായി വാങ്ങാറുണ്ട് പലരും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. വലിയ തുക തന്നെയാണ്. 1,00,000 രൂപ ഓണറേറിയം നൽകുന്നു. നേരത്തെ സർക്കാരിന്റെ പ്രതി സമ്പത്തിൽ ലഭിച്ചതിനേക്കാൾ 7,000 രൂപ കൂടുതലാണത്. കാലം മാറിയതുകൊണ്ടാകാം അത്തരമൊരു വർധന ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഈ ഓണറേറിയം അദ്ദേഹത്തിന് നൽകുന്നു. അപ്പോൾ സ്വാഭാവികമായും കിരൺ സൂചിപ്പിച്ച പോലെ ഇത്തരത്തിൽ പെൻഷൻ, നേരത്തെ MP, MLA ഇതിനുള്ള പെൻഷൻ അദ്ദേഹത്തിന് വാങ്ങിയെടുക്കാൻ കഴിയും.